a Welshman. ഞാൻ വെൽഷ് രാജ്യക്കാരനായ മനുഷ്യനാണ്. I make that distinction because I am not an Englishman. എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരു ഇംഗ്ലീഷുകാരനല്ല എന്നുള്ളതാണ്. Once upon a time the English considered India to be part of its empire. ഒരു കാലത്ത് ഇംഗ്ലീഷുകാർ ഭാരതത്തെ അവരുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായി കണ്ടിരുന്നു. And they came not only to do trade but also to bring Christianity and what they called civilized life to the peoples of India. അവർ ഭാരതത്തിലേക്ക് ഒരു കാലത്ത് വ്യാപാരത്തിനായി വന്നുവെങ്കിലും അതോടൊപ്പം അവരുടെ വിശ്വാസത്തെയും അതുമാത്രമല്ല അവരുടെ സംസ്കാരത്തെയും നൽകുവാൻ അവർ പരിശ്രമിച്ചു. So you must imagine how delighted I am to find myself amongst a Christian tradition that was here before the English came. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇംഗ്ലീഷുകാരോട് വരുന്നതിന് ഏറെ മുൻപ് തന്നെ ഇവിടെ ഒരു വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നുവെന്നും ആ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി ഇന്ന് ഞാൻ നിൽക്കുന്നുവെന്നും എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതെന്നെ ആഹ്ലാദഭരിതനാക്കുന്നു. And I suspect before I leave, you, my dear friends, will give me a little idea of civilization. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് യാത്രയാകുന്നതിന് മുൻപ് എന്താണ് യഥാർത്ഥത്തിൽ സാംസ്കാരികത എന്നത് നിങ്ങൾ എന്നെ അല്പമെങ്കിലും പഠിപ്പിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. I said, I'm a Welshman. Wales, where I was born, where I grew up, where I went to university. Wales is a land of mountains and valleys, lakes, beaches, and a lot of industry too. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഞാനൊരു വെൽഷുകാരനാണെന്ന്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ജന്മനാടായ വെയിൽസ് എന്ന ദേശം പർവ്വതങ്ങളാലും താഴ്വരകളാലും തടാകങ്ങളാലും കടൽ തീരങ്ങളാലും ഏറെ സമൃദ്ധമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം. So I lift up my eyes to the hills. I've always thought to be my special psalm because when I grew up in the little village of my birth, the hills were all around me. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അത് എൻ്റെ തന്നെ ഒരു സങ്കീർത്തനമായി, എൻ്റെ തന്നെ ഒരു ഗീതമായി എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഗ്രാമത്തിന് ചുറ്റും ഇത്തരം അനേക പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ അവയുടെ ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. There's one enormous difference between Wales today and the Wales I grew up in. ഞാൻ ജനിച്ചു വളർന്ന വെയിൽസ് എന്ന രാജ്യവും ഇന്നത്തെ വെയിൽസ് രാജ്യവും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. When I was a boy in Wales, there were many churches. They loved to sing. They loved to preach long sermons. And when I was at school on a Monday morning, my school friends would be talking to each other about the sermons they had heard the day before. എൻ്റെ ജന്മനാട്ടിൽ വളരെയധികം ദൈവാലയങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള ക്രൈസ്തവ സമൂഹം എപ്പോഴും പാടുവാനും ദൈവത്തെ ആരാധിക്കുവാനും പ്രസംഗം കേൾക്കുവാനും താല്പര്യമുള്ളവരായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ സ്കൂളുകൾ ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ എത്തുമ്പോൾ സഹപാഠികൾ തമ്മിലുള്ള പ്രധാന ചർച്ചാ വിഷയം തലേന്ന് ഞായറാഴ്ചയിലുള്ള ആ ദൈവാലയത്തിലെ പ്രസംഗം സംബന്ധിച്ചായിരുന്നു. The church dominated our villages, especially mine. ഞങ്ങളുടെ എല്ലാം ഗ്രാമങ്ങളിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവാലയങ്ങളായിരുന്നു, പ്രത്യേകിച്ച് ഞാൻ വളർന്ന ഗ്രാമത്തിലും. I was discussing with my friend, my interpreter, something that he knew about Wales. Mary Jones's Bible. Now he knows the story better than I. Mary Jones's Bible. She walked from Bala, where she lived, to Aberystwyth, where the translator of the Bible lived, in order to buy herself a Bible in her language, Welsh. അത് മാത്രമല്ല, ഞാൻ ജീവിച്ച എൻ്റെ രാജ്യത്തിലാണ് മേരി ജോൺസ് എന്ന ബാലിക ജീവിച്ചത്. അവളുടെ ഗ്രാമത്തിൽ നിന്ന് വെൽഷ് ഭാഷയിലുള്ള ഒരു വേദപുസ്തകത്തിനു വേണ്ടി വളരെ ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് ദീർഘമായ യാത്ര ചെയ്താണ് അവൾ ആദ്യമായി സ്വന്തമായി ഒരു വെൽഷ് ഭാഷയുള്ള ബൈബിൾ സ്വന്തമാക്കിയത്. And we were also talking about the Welsh revival of 100 years ago, where many modern Pentecostal churches believe that
the seeds of their traditions were sown. അത് മാത്രമല്ല, വെയിൽസ് എന്ന രാജ്യത്ത് ഏതാണ്ട് 100 വർഷത്തിന് മുൻപ് ഒരു വലിയ ഉണർവിൻ്റെ അനുഭവമുണ്ടായി. പല പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളും അവരുടെ ഉണർവിൻ്റെ ഒരു തുടക്കമായി ഈ വെയിൽസിലെ ഉണർവിനെ കണക്കാക്കാറുണ്ട്. ആദാനം. In the village where I was born, which counts 5,000 people, there are 15 churches. എൻ്റെ ചെറിയ ഗ്രാമത്തിൽ 15ഓളം ദൈവാലയങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ ഉണ്ട് എന്നത് ആശ്ചര്യകരമാണ് നിങ്ങളെ സംബന്ധിച്ച്. When I was a boy, all of them were thriving, were positive, had a vital spiritual and social life. ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഈ സഭകളെല്ലാം തന്നെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ സഭയുടെ ജീവിതം എല്ലാവരെയും, ആ ഗ്രാമത്തെയും ആ ദേശത്തെയും മുഴുവൻ സ്വാധീനിച്ചിരുന്നു. I said there was a difference between then and now. The difference is this: now only one minister, one priest lives in our town, and nearly all the churches are closed. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, എൻ്റെ ഗ്രാമത്തിലും ആ പ്രദേശത്തും ഇന്ന് ഒരേ ഒരു ദൈവാലയവും ഒരു പട്ടക്കാരനും മാത്രമാണ് അവിടെയുള്ളത്. മറ്റെല്ലാ ദൈവാലയങ്ങളും അവിടെ ആരാധനകൾ ഇപ്പോൾ നിന്നുപോയിരിക്കുന്നു. And I've had to reflect about that a great deal. I love my village, I love my people. My village launched me into my life, and now it's very difficult to detect a vibrant spiritual community there. ഇക്കാര്യത്തെപ്പറ്റി എനിക്ക് വളരെ വിസ്തരിച്ച് നിങ്ങളോട് പ്രതിപാദിക്കണമെന്നുണ്ട്. കാരണം എൻ്റെ ഗ്രാമവും ഞാൻ വളർന്ന ദേശവും അതെൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെയും എൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളുടെയും ഭാഗമാണ്. എന്നാൽ ഇന്ന് അങ്ങനെ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള ഒരു വിശ്വാസ സമൂഹം അവിടെ ഇല്ല എന്നുള്ളത് എന്നെ ഏറെ ദുഃഖിപ്പിക്കുന്നു. And one of the conclusions I've come to as I've reflected is this. ഞാൻ അതിനെപ്പറ്റി പലപ്പോഴും ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു നിഗമനം ഇതാണ്. The churches in my town were very happy with the life that they had evolved. They were happy with the events that took place, the programs that they planned. They were happy to be churches in my town. എൻ്റെ ദേശത്തുണ്ടായിരുന്ന, എൻ്റെ ഗ്രാമത്തിലെ ആ പട്ടണത്തിലുണ്ടായിരുന്ന സഭകളെല്ലാം അന്നത്തെ കാലത്ത് അവരെന്തായിരുന്നോ, എങ്ങനെയായിരുന്നോ എന്നതിനെപ്പറ്റി അവർ ഏറെ സംതൃപ്തരായിരുന്നു. അതിനെപ്പറ്റി അവർക്ക് അവിടെ ഉണ്ടായിരുന്ന അവരുടെ പ്രവർത്തന പരിപാടികളെപ്പറ്റി, അവരുടെ രീതികളെപ്പറ്റിയൊക്കെ അവർ വളരെ അഭിമാനിക്കുകയും അതിലവർ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. And if time had stood still, they would still be happily pursuing their programs now. എന്നാൽ സമയത്തിന് യാതൊരു വ്യത്യാസവും വരാതെ, ഒരു വ്യതിയാനവും വരാതെ അന്നത്തെ പോലെ തന്നെ ഇന്നും നിലനിന്നിരുന്നുവെങ്കിൽ അവർ ഇപ്പോഴും ഏറെ സന്തോഷത്തോടെ അങ്ങനെ തന്നെ പ്രവർത്തിച്ചേനെ. First of all came the television, and people preferred to stay at home to watch the television than go to church. ആദ്യമായി ടെലിവിഷൻ അവിടെ വന്നു ചേർന്നു. അതുവരെയും ദൈവാലയത്തിൽ വന്നിരുന്നവർ ദൈവാലയത്തിൽ പോകാതെ ടെലിവിഷൻ കണ്ടിരിക്കുവാൻ താല്പര്യപ്പെട്ടു. Then many of the working places, factories, heavy industry in our little town, they closed one by one as their markets collapsed. അവിടെ ഉണ്ടായിരുന്ന കമ്പോള തകർച്ച മൂലം വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത് ഒന്നൊന്നായി നിർത്തൽ ചെയ്യേണ്ടി വന്നു. And so gradually the base, the cultural, the economic and the social base of our town changed, but our churches didn't change. പടിപടിയായി ഞാൻ താമസിച്ചിരുന്ന എൻ്റെ ജന്മദേശത്തിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവും ഒക്കെയായ എല്ലാ അടിസ്ഥാനങ്ങളും തകർന്നടിയുകയും എന്നാൽ സഭകൾ അത് തിരിച്ചറിയാതിരിക്കുകയും ചെയ്ത് അവർ അതേപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും തുടരുകയും ചെയ്തു. We know that our message is timeless. We know that it is the same yesterday, today and forever. നാം പങ്കുവയ്ക്കുന്ന ക്രിസ്തീയ സന്ദേശം ഒരിക്കലും ഒരു കാലഘട്ടത്തിൻ്റെത് മാത്രമല്ല, അത് ഇന്നലെയും ഇന്നും എന്നേക്കും സനാതനമായ സന്ദേശമാണ്. And we must learn to present our message in idioms and fashions that the people of today can understand. We must not assume
that the people of today are as theologically or spiritually as alive as they were 50 years ago. എന്നാൽ സനാതനമായ ഈ സന്ദേശം ഓരോ കാലഘട്ടത്തിനും അനുസൃതമായി, പ്രത്യേകമായി നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന് അനുസൃതമായി അതിൻ്റെതായ ഭാഷയിലും അതിൻ്റെതായ രീതികളിലും സംവേദന ഉപാധികളിൽ കൂടെ നാം പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. കാരണം സന്ദേശം മാറുന്നില്ല എങ്കിലും അത് കേൾക്കുന്നവരുടെ പശ്ചാത്തലവും സാഹചര്യവും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാണ്. That's been the battle and the struggle, intellectual as well as emotional, of my whole life as a Christian. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൻ്റെതായ ബൗദ്ധികവും വൈകാരികവുമായ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളും ചില പ്രത്യേകമായ പ്രതിസന്ധികളും ഇവയൊക്കെയാണ്. I began my ministerial life in a country called Haiti in the Caribbean. കരീബിയൻ ദേശത്തുള്ള ഹെയ്ത്തി എന്ന രാജ്യത്താണ് എൻ്റെ പട്ടത്ത ശുശ്രൂഷ ഞാൻ ആരംഭിക്കുന്നത്. They sent me there because I spoke French. ഞാൻ ഫ്രഞ്ച് ഭാഷ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ അവർ ഹെയ്ത്തിയിലേക്ക് എൻ്റെ സഭ അയച്ചത്. They gave me 48 churches to look after when nobody spoke French. ആരും ഫ്രഞ്ച് ഭാഷ കൈകാര്യം ചെയ്യാതിരുന്ന ഒരു സമയത്ത് അത് സംസാരിക്കാതിരുന്നതിനാൽ ഏതാണ്ട് 48 ഇടവകളുടെ ചുമതലയാണ് ആദ്യം എനിക്കുണ്ടായിരുന്നത്. I knew that I must speak the local language or else I had nothing to say. തദ്ദേശീയ ഭാഷ സംസാരിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും അവരോട് പറയുവാനില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. And I preached in Creole, the local language, and I knew that God had given me the right way to talk with Haitians. എന്നാൽ ഞാൻ അവിടെ സംസാരിച്ചത് അവിടെയുള്ള തദ്ദേശീയ ഭാഷയായ ക്രയോ ഭാഷയിലാണ്. കാരണം ആ ഭാഷയിലല്ലാതെ അവരോട് ഒന്നും സംവദിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. That's an easy illustration. ഒരുപക്ഷെ വളരെ ലളിതമായ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. There are more difficult challenges. എന്നാൽ അതിലും ഏറെ സങ്കീർണമായ പ്രതിസന്ധികളും സാഹചര്യങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. Since the year 2004, I have been a member of the House of Lords. 2004 മുതൽ UK പാർലമെന്റിലെ പ്രഭു സഭയിലെ അംഗമാണ് ഞാൻ. The Prime Minister of the time, Tony Blair, said that because I was a priest, he would quite understand it if I went into the House of Lords and remained politically neutral. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ താല്പര്യപ്പെട്ടത് ഞാനൊരു പട്ടക്കാരനായതുകൊണ്ട് പ്രത്യേകമായി പ്രഭുസഭയിലെ അംഗമാകുമ്പോൾ അവിടെ ഞാൻ ഒരു പക്ഷം പിടിക്കാതെ നിഷ്പക്ഷനായിരിക്കും എന്നതായിരുന്നു. I refused his kind offer. I signed up for my political party that I had been a member of for longer than I was a Christian. എന്നാൽ എൻ്റെ പ്രധാനമന്ത്രി എന്നോട് ആവശ്യപ്പെട്ട പ്രത്യേകമായ അഭ്യർത്ഥന ഞാൻ നിരസിക്കുകയും ഞാൻ ഏറെ നാളുകളായി, ഒരുപക്ഷെ ഞാൻ പട്ടക്കാരനാകുന്നതിന് മുൻപ് തന്നെ അംഗമായിരുന്ന എൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയ കക്ഷിയിലെ അംഗമായി തന്നെ പ്രഭുസഭയിൽ നിലകൊള്ളും എന്ന് ഞാൻ പറയുകയും ചെയ്തു. I did not want to go into a political arena without being able to do the politics. ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ആ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തുവാൻ കഴിയാത്ത രീതിയിൽ ചെന്ന് ചേരുകയും അവിടെ നിലകൊള്ളുകയും ചെയ്യുവാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. Because I've since discovered politics is too important to leave to politicians. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നത് രാഷ്ട്രീയക്കാർക്ക് മാത്രം നാം തീരെഴുതി കൊടുക്കേണ്ടത് ഒന്നല്ല എന്ന്. And I've enjoyed every minute of it. ഞാൻ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ഈ പാർലമെന്റ് അംഗത്വവും അതിലെ എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രവർത്തനവും അതിലെ ഓരോ നിമിഷവും ഞാൻ ഏറെ അതിൽ ആഹ്ലാദിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു. But I've had to learn a way of representing my faith which in that setting, that context, stands a chance of being listened to. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഏത് വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്നോ അതിനെ കൃത്യമായി ഞാൻ ഇടപെടുന്ന ആ പ്രത്യേക ഇടത്ത് അതിനെ സംവേദിക്കുവാൻ തക്കവണ്ണം ഒരു പുതിയതായ ഭാഷയും ഭാവുകത്വവും ഞാൻ കണ്ടെത്തേണ്ടിയിരുന്നു. Because I discovered that politicians discussing legislation or other matters of great importance are very unhappy if they suspect that a Christian or any believer is arguing his case on a theological foundation. നിയമനിർമ്മാണ സഭയിൽ
പ്രത്യേകമായി അതിൽ ഇടപെടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഒരു വിശ്വാസി എന്ന നിലയിൽ, വിശ്വാസ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രപരമായ നിലപാടുകൾ ഈ ചർച്ചയെ സ്വാധീനിക്കുന്നു എന്നതിനെ ഒരിക്കലും അവർ മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല. Even in delicate moral debates, for example, euthanasia, is it allowed in the British law for someone to take someone else's life? Or in the question of same-sex marriage, should that become the law of the land or not? പ്രത്യേകമായി ഞങ്ങൾ ഇടപെടുന്ന വിഷയങ്ങൾ ഏറെ സങ്കീർണവും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉളവാക്കുന്നതുമായ വിഷയങ്ങളാണ്. ഉദാഹരണത്തിന് ദയാവധം, ഒരു വ്യക്തിയുടെ ജീവിതം എടുക്കുവാൻ മറ്റൊരു വ്യക്തിക്ക്, മറ്റാർക്കെങ്കിലും അതിനെപ്പറ്റി ഒരു തീരുമാനമെടുക്കുവാൻ അനുവാദമുണ്ടോ എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ. അതുമാത്രമല്ല, ഒരേ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ തമ്മിൽ ഉള്ള അവരുടെ വിവാഹം അത് നിയമപരമായി നിർവഹിക്കുവാൻ കഴിയുമോ എന്ന് പ്രകാരമുള്ള ചർച്ചകളൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിച്ച ചർച്ചകളാണ്. I spoke in both debates. I stood there as a Christian minister and I argued the case as best I could, but I did not mention the Bible once. ഞാൻ ഈ രണ്ട് പ്രത്യേകമായ വിഷയങ്ങളുടെ ചർച്ചകളിലും ഒരു ക്രിസ്തീയ വ്യക്തി എന്ന നിലയിലും ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ വേദപുസ്തകത്തെയോ മറ്റ് അതുപോലെ ആത്മീയ കാര്യങ്ങളെയോ ഉദ്ധരിക്കാതെയാണ് എൻ്റെ വാക്കുകളും എൻ്റെ ഇടപെടലുകളും ഞാൻ നിർവഹിച്ചത്. What we can assume when we're in church together or at a great convention like this, the biblical truths that matter the most to us, they don't count for very much in the legislative process. നിയമനിർമ്മാണത്തിൻ്റെ പ്രക്രിയയിൽ പലപ്പോഴും നാം ഇപ്പോൾ സംസാരിക്കുന്ന നമ്മുടെ ആത്മിക കാര്യങ്ങൾ അവിടെ ഇടപെടാറില്ല, അവിടെ അതിന് വലിയ പങ്ക് നാം കൽപ്പിക്കാറില്ല. So I tried to make my case according to my inner light and the voice of my conscience, but in a way which would be heard by other people debating those subjects. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദവും എൻ്റെ ഉള്ളിൽ എനിക്ക് ലഭിച്ചിരുന്ന ദിവ്യമായ പ്രകാശത്തിനും അനുസരിച്ചാണ് ഞാൻ ഈ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഇടപെട്ടത്. എന്നാൽ അത് നിരന്തരമായി ആ പ്രവർത്തനത്തെ ഏറെ ശക്തീകരിക്കുവാൻ, എൻ്റെ ഇടപെടലിനെ അർത്ഥവത്താക്കുവാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ പറയട്ടെ. So I've had to learn the language that the Haitian people speak and to speak it fluently so that they can understand me. And I've had to learn the language that parliamentarians speak so that I can speak it that they may hear it clearly. ഹെയ്ത്തി രാജ്യത്തെ ആളുകൾ സംസാരിക്കുന്ന തദ്ദേശീയ ഭാഷയിൽ അവരോട് സംസാരിക്കേണ്ടി വരുന്നത് പോലെ നിയമനിർമ്മാണ സഭയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഷയിൽ ചില കാര്യങ്ങൾ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടി വന്നു. And then there's my radio work. I've been working with the BBC for 30 years. അതോടൊപ്പം എൻ്റെ ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ മേഖല റേഡിയോ പ്രവർത്തനമാണ്. കഴിഞ്ഞ 30 വർഷമായി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ ഞാൻ പ്രക്ഷേപണങ്ങൾ ചെയ്യുന്നുണ്ട്. It's the most popular radio program that the BBC do. BBC നിർവഹിക്കുന്ന റേഡിയോ പ്രോഗ്രാമുകളിൽ ഏറെ പൊതുശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ജനകീയമായ ഒരു പരിപാടിയാണ് ഇത് എന്ന് ഞാൻ പറയട്ടെ. It's fast moving. It's dominated by popular music from heavy metal right through to, well, I don't know, to soapy 1960s numbers that I remember from my youth. ഈ പ്രത്യേകമായ റേഡിയോ പ്രക്ഷേപണ പരിപാടിയിൽ വിവിധ തരത്തിലുള്ള മതേതരമായ സംഗീതപരമായ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ വളർന്നു വന്ന എൻ്റെ ഓർമ്മയുള്ള 60കളിലെ സംഗീതം മുതൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും ഹെവി മെറ്റൽ അതുപോലെയുള്ള റോക്ക് സംഗീതവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രത്യേകമായ പരിപാടിയിലാണ് ഞാനും സംസാരിക്കുന്നത്. And then the man running the program, the presenter, will say, we have Leslie Griffiths here who's now going to give us a pause for thought. പ്രത്യേകമായി അപ്പോൾ ഈ ഒരു പരിപാടിയുടെ മധ്യത്തിൽ അതിൻ്റെ നിയന്ത്രിക്കുന്ന വ്യക്തി പറയും, ഇപ്പോൾ ലെസ്ലി ഗ്രിഫിത്സ് നിങ്ങളോട് ചില നിമിഷങ്ങൾ സംസാരിക്കും എന്ന്. And I have to say something spiritual, something theological, something devotional immediately after punk rock or heavy metal. It's quite a challenge. റോക്ക് സംഗീതത്തിൻ്റെ ഇടയ്ക്കുള്ള ഇടവേളകളിൽ ആത്മീയവും
ധ്യാനപരവുമായ പ്രത്യേകമായ ദൈവശാസ്ത്ര അടിത്തറയിലുള്ള ചില കാര്യങ്ങൾ അവരോട് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നു. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. There is a language appropriate for those moments, and I have had to learn it. ആ പ്രത്യേകമായ നിമിഷങ്ങൾക്ക് അനുയോജ്യമായ പ്രത്യേക ചില ഭാഷാ രീതികളുണ്ട്. ആ ഭാഷയൊക്കെ എനിക്കും നാളുകൾ കൊണ്ട് അഭ്യസിക്കേണ്ടി വന്നു, പഠിക്കേണ്ടി വന്നു. I think those three examples make my point. I have many other things on my list, and I could talk about them for a long time. But the Haitian language, the language of politics, the language of radio and popular culture will satisfy me for now. പല കാര്യങ്ങളും എനിക്ക് വിവരിക്കുവാനുണ്ടെങ്കിലും പ്രത്യേകമായി ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, ഹെയ്ത്തിയിൽ എങ്ങനെയാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, പാർലമെന്റിൽ നിയമനിർമ്മാണ സഭയിൽ എങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ ഭാഷയിൽ ഇടപെടുവാൻ കഴിയുന്നത്. അതോടൊപ്പം എങ്ങനെയാണ് സാംസ്കാരികമായ സംഗീതപരമായ നമ്മുടെ ചുറ്റുപാടുകളിൽ ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, അതിൽ കൂടെ എങ്ങനെ സന്ദേശം കൈമാറുവാൻ കഴിയും എന്നാണ് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് പറയുന്നത്.